ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതി വരെ ആയി. ഇന്റർവ്യൂ എടുക്കണം എന്ന് ആദ്യം വിചാരിച്ച, പക്ഷെ അന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അതിന് മുന്നേ പറയാം. നമ്മൾ ഇവിടുന്ന് ഓൺ റോഡ് പൂനെക്ക് പോവാണ്. പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചെന്നിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർ ചെന്നിട്ട് അവിടുന്ന് അതെ ഇച്ചിരി സ്റ്റേ ചെയ്തിട്ട് പോകാൻ വേണ്ടിട്ടാണ്. ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ അടപ്പ് തെറിക്കും. അതുകൊണ്ട് മാത്രല്ല കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാന്ന വിചാരിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ അവിടുന്ന് ഇന്റർവ്യൂ എടുക്കാഞ്ഞതിന്റെ കാര്യം, ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അച്ഛനും അമ്മയ്ക്കൊക്കെ കുറച്ച് ഇമോഷണൽ ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊന്നും നമ്മള് എന്താ പറയുന്നേ വേണ്ടാന്ന് വെച്ച് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവിടുന്ന് മാത്രല്ല രാവിലെ ഇറങ്ങിയോണ്ട് വെട്ടം അത്യാവശ്യം കുറവായിരുന്നു. അപ്പോ ഇവിടെ വന്നിട്ട് നല്ല വെയിലൊക്കെ വന്നു കഴിയുമ്പോ നമ്മള് എടുക്കാന്ന് വെച്ചു. വേറൊരു സാധനം കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ, അടിപൊളിയല്ലേ? രണ്ട് സൈഡും മരങ്ങളും അതിനിടയിൽ കൂടെ എന്താ പറയാ, കാവ്യാത്മകമായി പറഞ്ഞാൽ വെയിലിന്റെ വെളിച്ചം ഇരച്ചു കയറുന്നു എന്നൊക്കെ പറയാം. അല്ലല്ലോ ഈ ഹൈ റേഞ്ച് ഓടിക്കുമ്പോ പ്രത്യേക സുഖ. അതെ, അപ്പൊ നമ്മളിങ്ങനെ പോവാണ്. അടിപൊളി. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ലോങ് പോകുന്നത് കേട്ടോ. ഓൺ റോഡിൽ ഞാൻ ഇത്രയും ലോങ് പോയിട്ടില്ല. പൂനെ വരെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു വലിയൊരു ട്രിപ്പ് പോകണമെന്നൊക്കെ. വലിയ ട്രിപ്പില്ലേലും അത്യാവശ്യം വലിയ ട്രിപ്പാണ് എന്നെ സംബന്ധിച്ച്. അപ്പോ നമ്മൾ ഇതേണ്ട ഇവിടെ ഇപ്പം മുണ്ടക്കയമായി. ഇപ്പം നല്ല നല്ല കാഴ്ചയൊക്കെ കാണുമായിരിക്കും. കമ്പം വഴി, അതായത് കുമളി കമ്പം വഴിയാണ് പോകുന്നത്. അതാണ് ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതുവഴി പൊക്കോണ്ടിരിക്കുകയാണ്. മാന്നാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ എൻ്റെ വീട്ടിലെ എരുമേലി വഴി എന്നാണ്. അപ്പൊ എരുമേലിലും കയറി അതെ ഫുഡൊക്കെ കഴിച്ച്, രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് പോവാണ്. ഫുഡെല്ലാം നമ്മള് വീട്ടിൽ നിന്ന് തന്നെ അമ്മ എല്ലാം റെഡിയാക്കി തന്നു. മാന്നാറിന്നും രണ്ട് വീട്ടിൽ നിന്നുമായിട്ടും കുറേശ്ശായിട്ടൊക്കെ ഉണ്ടാക്കി വെളിയിൽ നിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. കോവിഡ് ആയതുകൊണ്ടും മാത്രമല്ല നമ്മള് കുഞ്ഞുമായിട്ട് പോകുന്നത് കൊണ്ട് ഫുഡ് മാക്സിമം വെളിയിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് വെച്ചു. എല്ലാ ഫുഡ് പോയിസണും അടിച്ചാൽ ശരിയായതേ ഉള്ളൂ. അതെ, ഒന്ന് ശരിയായി വരുള്ളൂ. പാനിപൂരി ചലഞ്ച് കാരണം എല്ലാം സീനായിരിക്കും. അതുകൊണ്ട് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സാധനവും വീട്ടിൽ നിന്ന് തന്നെ എടുത്തു. വെള്ളം വരെ, കൈ കഴുകാനുള്ള വെള്ളം വരെ എല്ലാം എടുത്തു. വണ്ടി നിറയെ സാധനങ്ങളാണ്. ഞങ്ങള് മാത്രമേ ഉള്ളൂ, ഞങ്ങളിപ്പോ വാൻ ലൈഫായി. മൊത്തം സാധനങ്ങളാണ്. ഡിക്കിയിലും ഈ ബാക്കിലത്തെ സീറ്റ് നിറയെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്കും ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല വ്യൂസ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഷോട്ടൊക്കെ എടുത്തിട്ട് കാണിക്കാം. അപ്പൊ ഇപ്പൊ തൽക്കാലം വിടാം. ഇപ്പൊ നമ്മള് കുട്ടിക്കാനമായി. അടിപൊളി വ്യൂ. അടിപൊളി വ്യൂ അല്ലേ? നേരെയാക്ക്. എന്താ പറ്റി പോനെ? പാലടിച്ചോ? എന്ത് പറ്റി?
എന്ത് ഭംഗിയാണ്. മൈൽക്കി എന്തോരം മൈൽക്കിന് നമുക്ക് നമ്മൾ എവിടേക്ക് നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുന്നു. വണ്ടിപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വണ്ടിപ്പെരിയാർ. പെരിയാർ എപ്പോഴും പറയായിരുന്നു. വീണ പെരിയാറ്റി പോവാ അവിടെ പോവാം. അവിടെ എവിടെയാണ് എന്തോ
ഇനി അപ്പുറത്ത് എന്നിട്ട് കാണിച്ചു കേട്ടോ. ഇതിലൊക്കെ രണ്ടു കൂടെ വെള്ളമോ അങ്ങോട്ട് പിടിയടി കഴുത്തെ. മലകളുണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. അടിപൊളി വ്യൂ ആണ്, രക്ഷയിലുണ്ടോ. അതുപോലെ കുരങ്ങ വ്യൂ കണ്ടോ, കുരങ്ങനെ കണ്ടോ, ഇരിക്കുന്നു കുരങ്ങ്. അപ്പോൾ നമ്മളിപ്പം ഡിണ്ടിഗലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയും ഒരുപാട് ദൂരമുണ്ട് ഡിണ്ടിഗലിലേക്ക്. അപ്പോൾ ഇപ്പോൾ തേനിയൊക്കെ ആയി, കമ്പം ഒക്കെ വന്നപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നൊരു ഡൗട്ടുണ്ടായി. ഈ ഗൂഗിൾ ചേച്ചി നമ്മളെ ഒന്നിട്ട് കറക്കി. എപ്പോഴും റീറൂട്ടിങ് വന്നിട്ട് യൂ ടേൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കറങ്ങി. എന്നാലും നമുക്കത് കറക്റ്റ് റൂട്ട് തന്നെ കിട്ടി. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടൊക്കെ കൂടുതലും കൃഷികളാണ് മൊത്തം. ഒരുപാട് തെങ്ങുണ്ട്. ആക്ച്വലി നമ്മുടെ കേരളത്തിലൊന്നും അല്ല തെങ്ങ് കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഈ റൂട്ട് പോയി കഴിഞ്ഞപ്പം. കാരണം അത്രയും തെങ്ങും തോപ്പുകൾ ഒരുപാട് കണ്ടു. ഇത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് മൊത്തം തെങ്ങും തോപ്പാണ്. വെളിയിൽ ഒരു രക്ഷയില്ലാത്ത പൊരി വെയിലാണ്. ഭയങ്കര ചൂടായിരുന്നു. വെയിലൊക്കെ നല്ല എന്താ പറയുക, ചൂടുള്ള വെയിലുണ്ടല്ലോ, ആ ടൈപ്പ് വെയിലായിരുന്നു. ഒരു രക്ഷയില്ല. ഈ ബൈക്കിലൊക്കെ പോകുന്നവരെ സത്യം പറഞ്ഞാൽ ഈ വെയിലത്ത് പണിയെടുക്കുന്നവരെ സമ്മതിക്കാതെ പറ്റത്തില്ല. അതുപോലെ ഭയങ്കര ചൂടും വെയിലും, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ റോഡ് അങ്ങോട്ടേക്ക് പോകുന്ന ഈ റൂട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല റോഡാണ്. ഒരു റോഡ് പോലും ഇല്ല സത്യം പറഞ്ഞാൽ പറയാൻ. മോശം റോഡ്, എല്ലാം നല്ല അടിപൊളി റോഡായിരുന്നു. അതിനനുസരിച്ചുള്ള ടോളുകളും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വിട്ടങ്ങ് പോകാം കേട്ടോ, അത്രയും നല്ല റോഡായിരുന്നു. എന്താ പറയുക, അതുകൊണ്ട് ഈ ഗട്ടറും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്ത നല്ല റോഡായിരുന്നുകൊണ്ട് നമുക്ക് ഒട്ടും ക്ഷീണം തോന്നിയില്ല കേട്ടോ. യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. മാന്നാറിന്ന് വരുമ്പം 2 റൂട്ടുണ്ട്. പാലക്കാട് വഴിയും വേണമെങ്കിൽ പോകാം, പിന്നെ കുമളി വഴിയാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് കുമളി വഴി പോകാം, കാരണം കുറച്ചുകൂടെ നല്ല ഒരു കാഴ്ചകളൊക്കെ കുമളി ആ ഒരു സ്ഥലത്താണല്ലോ. അപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ കാണാൻ നല്ല സ്ഥലങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കുമളി എടുത്തത്. മാത്രമല്ല എന്താ പറയുക, ഒരു റൂട്ട് എളുപ്പമുള്ള റൂട്ടും ഇത് തന്നെയാണ് മാപ്പിനകത്തും കാണിച്ചതും. പിന്നെ പലരും പറഞ്ഞതും എളുപ്പമുള്ള റൂട്ട് കുമളി വഴി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അത് ഏതൊക്കെയായാലും ഒരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു. കാരണം നല്ല റോഡായിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ എന്താ പറയുക, ഒരു യാത്രയിൽ ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല. നല്ലൊരു യാത്രയായിരുന്നു. നമുക്കത് ഒരു ക്ഷീണമോ ഒന്നും തോന്നിയില്ല. റോഡ് നന്നായാൽ തന്നെ നമ്മുടെ യാത്രയും നന്നാവും. അതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കൊരു മെയിൻ ടെൻഷൻ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ലോങ് ആദ്യമായിട്ട് പോകുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവനെങ്ങനെ വഴക്കുണ്ടാക്കുമോ, അവന് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവന് സത്യം പറഞ്ഞാൽ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണെങ്കിലും അവൻ ഭയങ്കര എന്താ പറയുക, ഹാപ്പി ആയിരുന്നു. യാത്രയിലും നല്ല ഹാപ്പി ആയിരുന്നു. ഭയങ്കര പാട്ടൊക്കെ ഇട്ട് പുള്ളി ഭയങ്കര ഡാൻസും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. നല്ല എൻജോയ് ചെയ്ത് അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം. കുഞ്ഞിനെ ഒരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമുള്ളായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവൻ നല്ല എന്താ പറയുന്നത്, നമ്മുടെ കൂടെ തന്നെ ആ ഒരു ചിൽ മോഡിൽ തന്നെ നിന്നു. കുഴപ്പമൊന്നുമില്ല.
ഇപ്പൊ തേനി കഴിഞ്ഞിരിക്കുകയാണ്. വടപ്പാ സംഭവം ഇറങ്ങിയ സ്ട്രെയിറ്റ് റോഡാ. ഇങ്ങനെ കിടക്കാ റോഡ് ഇങ്ങനെ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇങ്ങനെ ആക്സിലേറ്റർ കട്ട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടാണ്, വെളി ഭയങ്കര ചൂടാ. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങാനിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ഉറങ്ങി ഇനി അനുവേണ്ട ഉറങ്ങിപ്പോയാലും. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കളിക്കുക. കുഞ്ഞ് നല്ല ഉറക്കമാണ്. കുഞ്ഞ് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അവന് ഭയങ്കര ഉറക്കമാണ്. ഇനിയിപ്പോ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നിർത്തുമ്പോൾ അവനെ ഉണർത്താന്ന് വിചാരിച്ചു. അവൻ ഉറങ്ങിക്കോട്ടെ, അവനും ബോറടിക്കുന്നതായിരിക്കും. നമ്മളിന് തേനി എവിടെയും സേലത്തിന് 10-200 കിലോമീറ്റർ, 250. ഇപ്പൊ ഇവിടെ തേനി കഴിഞ്ഞല്ലേ? തേനി കഴിഞ്ഞു. ഇവിടെ എല്ലാം തെങ്ങും തോപ്പാണ്. തെങ്ങും തോപ്പാണ്. കേരളത്തിലേക്കാട്ടിലും വലിയ തെങ്ങും തോപ്പുകളാണ് ഇവിടെ. തെങ്ങ് കണ്ടോ? കേരളത്തിലൊന്നും ഇപ്പൊ തെങ്ങില്ലെന്നുണ്ട്. തെങ്ങൊക്കെ ഇവിടെയാണ്. തെങ്ങ് കൃഷി. എന്ത് വേണ്ടി തേങ്ങ? അതിന് തേങ്ങ നിൽക്കുന്നുണ്ടോ? നമ്മുടെ അതിലൊക്കെ 5-10 ഒക്കെ. ഇവിടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 36-40 കോലയിൽ. ചോളാണ്, കരിമ്പാണ്. കരിമ്പല്ലേ? കരിമ്പുണ്ട്. ദാണ്ടി സൈഡില് കരിമ്പ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. പക്ഷെ ഈ ചൂട് കാരണം അങ്ങ് ഒരു ക്ഷീണം. ഇവയെ ബൈക്കിലൊക്കെ പോകുന്നവരൊക്കെ സമ്മതിക്കണം. ഈ ഭയങ്കര വെയിലാണ്. സോറി, അതിപ്പോ ഇങ്ങനെ വന്നപ്പം എന്താടേ? ഗ്യാസ് ആണോ? കുഴപ്പമില്ല. അയ്യോ, ഇനി ഒരു ബോർഡ് ഇവിടെ ഉണ്ട്. സെയിം ബോർഡ്. ചെന്നൈ 480 കിലോമീറ്റർ. നമുക്ക് ചെന്നൈക്ക് പോകേണ്ട കാര്യമല്ലോ, നമ്മളതിനെ അറിയേണ്ട കാര്യമില്ല. ദിണ്ടിഗൽ 59 കിലോമീറ്റർ. കൊടൈക്കനാൽ 68. എന്നാ കൊടൈക്കനാൽ പോയാലോ? രസമാണ്. എന്തോരം തെങ്ങാ ഈ നാട്ടിൽ. തെങ്ങ് മാത്രമല്ല, ഈ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് കേറിയപ്പോ തൊട്ട് തെങ്ങാ, മൊത്തം തെങ്ങ്. കേരളത്തിൽ തെങ്ങൊന്നും കാണാനില്ല, ഇവിടെ എല്ലാം തെങ്ങ്. കാമാത്തിപുരം മറ്റേ എന്താ സ്വപ്നക്കൂടിനകത്ത് കാമാത്തിപുരം. മീര ജാസ്മിനെ കൊണ്ടുപോകുന്നേ മറ്റേ കൊച്ചിൻ കരീബയുടെ സ്ഥലമാണോ കാമാത്തിപുരം? ഇതെന്ത് മൊത്തം തെങ്ങാണ്, ഫുള്ള് തെങ്ങ്. തെങ്ങ്, വാഴയും തെങ്ങ്. ഇതിന് എങ്ങോട്ടാ പോണ്ടേ? ഡിവിഷൻ. റോഡ് ക്ലോസ്ഡ് ആണ്. പണി കിട്ടിയോ? എന്ത് ചെയ്യും? മാപ്പ് എവിടെ? മാപ്പേ അൺനോൺ റോഡ്. റീറൂട്ടിങ് വരുന്നതേ ഉള്ളു. ക്യാമറ നോക്കിട്ടെ. നമ്മളിപ്പോ തെങ്ങുംതോപ്പിനകത്തൂടെ പോവാട്ടോ. മെയിൻ റോഡ് ക്ലോസ് ചെയ്തു. അപ്പം വേറൊരു ചെറിയ വഴി കൂടെ കയറി നമ്മളിപ്പോ മെയിൻ റോഡിൽ ചെല്ലും. എൻ്റെ അമ്മേ, ഭയങ്കര കട്ടർ. രണ്ട് സൈഡും തെങ്ങ്. തെങ്ങോട് എന്തോരം തേങ്ങയായി തെങ്ങിനൊക്കെ. അധികം പൊക്കോ ഇല്ലല്ലോ ഈ തെങ്ങിനൊന്നും. ചെറിയ ചെറിയ തെങ്ങുകൾ, വലിയ വലിയ തെങ്ങുകൾ. ഗ്രാമങ്ങളിൽ കൂടെ പോയാ. അതെ, അവര് പറഞ്ഞിട്ട് ഗ്രാമങ്ങളിൽ കൂടെ. ദുബായി ചെന്നിട്ട് ഗ്രാമം തേടി പോയ ടീംസാ.
ഹൈവേയിലാണ്. നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. കുറേ സ്ഥലം നോക്കിയിട്ടൊന്നും എല്ലായിടത്തും ചെല്ലുമ്പോഴും ഒരു മൂത്രമാട. അതുകൊണ്ട് വിചാരിച്ചു ഇവിടെ നിർത്താം. ഇവിടെ വലിയ സ്മെല്ലൊന്നുമില്ല. എനിക്ക് ഇവിടെ കൃഷി നടക്കുന്നതാണ്, കപ്പയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കപ്പ പുഴുങ്ങാൻ നീ പിന്നെ അടുപ്പ് കൂട്ടും. A few moments later. നമ്മളിപ്പോ എവിടെയായി? സേലം കഴിഞ്ഞു. അപ്പൊ നമ്മള് സേലം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്ര നേരം വലിയ വ്യൂ ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു വീഡിയോ ഒന്നും എടുക്കില്ല. വണ്ടി അമ്മ ഇങ്ങനെ കത്തിച്ച് വറപ്പിച്ചു വിടാന്നല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നല്ല നല്ല ഇതൊന്നും കാഴ്ചകളൊന്നുമില്ല. കൊറേ എന്താ മറ്റേ എവിടെയായിരുന്നു സ്ഥലം? ഡിണ്ടിഗലൊക്കെ നല്ല ഡിണ്ടിഗലില് മുമ്പ് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാകും. കൊറേ നല്ല സ്ഥലങ്ങളാണ്. അതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല, കാണാനല്ലേ. നീണ്ടു നടക്കുന്ന കൊറേ റോഡുകൾ മാത്രം. ആക്സിലേറ്ററിൽ ഒരു കട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ അങ്ങ് പൊക്കോളും. അതെ, സ്ട്രെയിറ്റ് കിടക്കും, വേറെ പ്രത്യേകിച്ച്. അപ്പോ ഇനി ഇവിടുന്ന് നമുക്ക് ഇനിയും ഒരു 100 കിലോമീറ്റർ ഉണ്ടോ? 130ഓളം വരുമായിരിക്കും അല്ലേ? 130 കിലോമീറ്ററോളം ഉണ്ട്. ആ ഫ്രണ്ടിൽ ഏതാണ്ട് ഒരു വലിയ സാധനം കൊണ്ടുവന്നു. അതെന്താ അത്? എന്താണെന്ന് അറിയില്ല. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമേ. ഇത് ഈ വലിയൊരു കണ്ടെയ്നർ ഇതിന്റെ മുന്നിലാ. അതൊന്ന് മാറിയിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. എവിടെ ഇതെന്തത്? അയ്യോ, എന്താ ഈ വണ്ടി? എന്റെ അമ്മച്ചി, വാട്ട് ഈസ് ദിസ്? ഓ, എന്തുവാ ഇത്? എന്റെ അമ്മച്ചി, എന്റെ കുണ്ടാണെന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും വലിയൊരു സാധനം എന്തോ ആണോ. അപ്പോ പിന്നെന്താ, വലിയ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് നിർത്തി ചായ കുടിച്ച് കോഫി കുടിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലായിരുന്നു, ഊളക്കാപ്പിയായിരുന്നു. പിന്നെ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോ ഇനിയെന്താ, ഇരുട്ടി വരാൻ തുടങ്ങിയാണ്ട് അവിടെ ഒരു പൂക്കൃഷി. ഓരോരുത്തർ പറന്നു പോന്നു, കത്തിച്ചു വിട്ടു പോന്നു. അതിലൊക്കെ പാത്തി പിടിച്ചിരിക്കരുത്. പിന്നെ അവന്റെ വായിലെന്തോടി? അവൻ ചോക്ലേറ്റ് തിന്നോട്ടേക്കാണ്, ചോക്ലേറ്റ്. പിന്നെന്താ, ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി കാണാം. ഓക്കെ.